ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 1200 ആണ്ട് കന്നിമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ആദ്യമായി കന്നിമാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം. ഇടവൻ രാശിയിൽ ഗുരുവും, മിഥുനൻ രാശിയിൽ കുജനും, ചിങ്ങൻ രാശിയിൽ ബുധനും, കന്നിരാശിയിൽ സൂര്യനും ശുക്രനും കേതുവും, കുംഭൻ രാശിയിൽ ചന്ദ്രനും ശനിയും, മീനൻ രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. കന്നിമാസം 2-ാം തീയതി ശുക്രൻ കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്കും കന്നി 27-ന് വൃശ്ചികൻ രാശിയിലേക്കും രാശി മാറുന്നു. കന്നി 7-ന് ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്കും കന്നിമാസം 24-ാം തീയതി തുലാൻ രാശിയിലേക്കും ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നു. ആകയാൽ 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ കന്നിമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. വരുമാനം വർദ്ധിക്കും. ആരോഗ്യം വീണ്ടെടുക്കും. പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കും. ക്രിയാത്മക നടപടികൾക്ക് മേലധികാരികളുടെ ആത്മാർത്ഥമായ അനുമോദനം ലഭിക്കും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടെ ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാവും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരികെ ലഭിക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐക്യതയും ഉണ്ടാവും. സ്വത്ത് തർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി മിച്ചം വയ്ക്കുവാൻ സാധിക്കും. നിബന്ധനകൾക്ക് വിധേയമായി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും. കടബാധ്യതകൾ കുറഞ്ഞു വരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല വിജയമുണ്ടാവും. സന്താനങ്ങളുടെ ഉപരിവിദ്യാഭ്യാസത്തിന് വിദേശ യാത്രാ സൗകര്യം ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവും. അപരിചിതർ മുഖാന്തരമുള്ള ധനമിടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. നിഷ്പ്രയാസം സാധിക്കേണ്ടതായ കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കും ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ധനകാര്യം, ഇൻഷുറൻസ് എന്നീ മേഖലകളിലുള്ളവർക്ക് അപ്രതീക്ഷിത നേട്ടമുണ്ടാവും. കല, കായിക രംഗത്തുള്ളവർക്കും അഭിഷ്ടസിദ്ധി ഉണ്ടാവും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും മനസമാധാനവും ഉണ്ടാവും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്, ഉത്രം അവസാന 45 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് വരുമാനം കുറയും. ആയാസം അനുഭവിക്കേണ്ടി വരും. സ്ഥാനചലനമുണ്ടാവും. പലവിധ രോഗക്ലേശങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കുക. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ഉദ്യോഗ വിഷയങ്ങളിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും. ഭാഗ്യസ്ഥാനത്ത് വേഴം സഞ്ചരിക്കുന്നതിനാൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധ്യമാകും. മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രസ്ഥാനങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ സാധിക്കും. കൈവിട്ട് പോകുമെന്ന് കരുതിയ വസ്തുവകകൾ തിരിച്ചു വാങ്ങുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭവും പല പുതിയ പ്രൊജക്റ്റുകളും വന്നു ചേരുകയും ചെയ്യും. ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയ ജീവിതം നയിക്കുന്ന പക്ഷം കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാവും. വ്യാപാര വ്യവസായ മേഖലകളിൽ ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടങ്ങളുണ്ടാവും. കാർഷിക മേഖലയിൽ അമിത ലാഭം കിട്ടണമെന്നില്ല. ശില്പവിദ്യ, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ വന്നു ഭവിക്കും. കർമ്മമേഖലയിൽ വൃത്തിയിനങ്ങളിൽ നിന്നും അമിതമായ സഹകരണമുണ്ടാകും. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയും. കടമായി കൊടുത്ത ധനം തിരികെ ലഭിക്കും. കേസ് കാര്യങ്ങളിലും തർക്കവിഷയങ്ങളിലും വിജയമുണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സമയമാണ്. അപ്രതീക്ഷിത നിയമന ഉത്തരവ് ലഭിക്കും. താൽക്കാലിക ജോലി സ്ഥിരപ്പെടാനും യോഗം കാണുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ വ്യവസായം, ധനകാര്യം, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, ഇൻഷുറൻസ് എന്നീ മേഖലയിലുള്ളവർക്ക് ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക.
തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴിക. ഉദ്യോഗതലത്തിൽ അംഗീകാരം ലഭിക്കും. ഇഷ്ടവസ്തുക്കളുടെ ലാഭം ഉണ്ടാവും. അശ്രാന്ത പരിശ്രമത്താൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുഭവഫലം കിട്ടും. വ്യാപാര മേഖലയിൽ പുതിയ ആശയങ്ങൾക്ക് തുടക്കം കുറിക്കും. ഊഹക്കച്ചവടത്തിൽ നിക്ഷേപമിറക്കിയാൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. പല കാര്യങ്ങൾക്കും മാർഗതടസ്സം ഉണ്ടാകുന്നതിനാൽ മനോവിഷമമുണ്ടാവും. വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വേണ്ട തയ്യാറെടുപ്പ് നടത്താത്തതിനാൽ പരീക്ഷാദികളിൽ ബുദ്ധിമുട്ടുള്ളതായിത്തീരും. വ്യയസ്ഥാനത്ത് കേതുവും സൂര്യനും അഷ്ടമത്തിൽ ഗുരുവും സഞ്ചരിക്കുന്ന കാലഘട്ടമാകയാൽ വൈദ്യുതി, വാഹനം, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ, അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപകടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കുവാൻ യോഗം കാണുന്നു. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ വന്നു ചേരും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. ബിസിനസ്സുകാർ ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ ധനനഷ്ടം ഒരു പരിധിവരെ മാറിക്കിട്ടും. അപ്രധാനമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടാൽ അബദ്ധങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ഐക്യത്തിനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായി വരും. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമാവും. വിനോദയാത്രവേളകളിൽ നീന്തലറിയാമെങ്കിലും ജലാശയങ്ങളിൽ ഇറങ്ങരുത്. അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. രാഷ്ട്രീയ രംഗത്തുള്ളവർ എല്ലാ കാര്യത്തിലും ജാഗ്രത പാലിക്കുക. അപവാദം കേൾക്കേണ്ടി വരും. തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും. വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യം വന്നു ചേരും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട. കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും. ഇടപാടുകളിൽ തടസ്സം നേരിടും. പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടണമെന്നില്ല. മേലധികാരികളുടെ അപ്രീതിക്ക് വശംവദനാകും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ യോഗം കാണുന്നു. വ്യാപാര രംഗത്ത് നിന്ന് പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാകണമെന്നില്ല. സർവർക്കും ഗുണകരമാകുന്ന വിധത്തിൽ കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ട സമയമാണ്. ഔദ്യോഗിക മേഖലകളിൽ അധികാര പദവി വർദ്ധിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന വീട് പണി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ക്ഷമയും വിനയവും സഹനശക്തിയും വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള വഴിയൊരുക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും നല്ലതല്ല. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നു. പുനഃപരീക്ഷയിൽ വിജയമുണ്ടാവുന്നത് വഴി ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ വിമർശനങ്ങൾ വാങ്ങേണ്ടി വരും. തർക്കവിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക. ബിസിനസ് രംഗത്ത് ചെലവുകൾ വർദ്ധിക്കും. കടബാധ്യത കുറയ്ക്കുവാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾ അലസത പിടിഞ്ഞ് ഏകാഗ്രത പുലർത്തുക. പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ ലഭിക്കണമെന്നില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും. IT മേഖലയിലുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. കാർഷികോപകരണ വിപണന മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, ഹോട്ടൽ, ജ്വല്ലറി, ട്രാവൽ ആൻഡ് ടൂറിസം, വസ്ത്രവ്യാപാരം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസവും നടത്തിക്കൊള്ളുക.